ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കന്യാകുമാരി ബ്ലോഗിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്നിപ്പം സൂര്യോദയം കാണണം. അപ്പം അങ്ങനെ കുറച്ച് പരിപാടികളാണ്. പിന്നെ ഇന്നലെ പറഞ്ഞല്ലോ, വിവേകാനന്ദ പാറയും കാര്യമൊന്നും ഇന്നലെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നതെല്ലാം കാണാൻ പറ്റണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഓക്കെ. അങ്ങനെ അതിരാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി സൂര്യോദയം കാണാനുള്ള പോക്കാണ് നിങ്ങളീ കാണുന്നത്. പക്ഷെ പോകുന്ന വഴിക്ക് വഴിയൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യം ഒരു സന്തോഷം തോന്നി. കാരണം ഇന്നലത്തിൻ്റെ അത്ര തിരക്കൊന്നുമില്ല എന്നുള്ളൊരു ധാരണയായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ സബാഷ്, ഒട്ടും ആളില്ല. അപ്പോൾ കന്യാകുമാരി തന്നെ ഏറ്റവും ലാസ്റ്റ് അവിടെ എത്തിയത് നമ്മളാണെന്നാണ് തോന്നുന്നത് സൂര്യോദയം കാണാനായിട്ട്. അമ്മാതിരി തിരക്കായിരുന്നു. എന്തായാലും വളരെ സന്തോഷം തോന്നി. നമുക്ക് ഏറെക്കുറെ നല്ല ബാക്കിലായിട്ട് നിൽക്കാനും പറ്റി. ഇങ്ങേരിത് ഇവിടെ ചെന്ന് കിടക്കുകയാണ്, വന്നിരുന്നെങ്കിൽ ഇതിലൊന്ന് കോവിയിട്ട് പോകുമായിരുന്നു എന്നും പറഞ്ഞ് കോഴിയും റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവിടെ നിന്ന് ചെറിയൊരു വെളിച്ചമൊക്കെ വന്നു തുടങ്ങി. വേറെ കുറേ ആശാന്ത അവിടെ നിന്നാണ് വരാൻ പോകുന്നത്. കാരണം എല്ലാവരും മൊബൈൽ ക്യാമറയൊക്കെ പിടിച്ച് അങ്ങോട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം പൊട്ടുപോലെ അവിടെ ഒരാൾ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട നമ്മുടെ സൺസെറ്റ് ആണെങ്കിലും ഇപ്പോഴത്തെ സൺറൈസ് ആണെങ്കിലും എല്ലാത്തിനും ഒരേ ഷെയ്ഡ് തന്നെയാണുള്ളത്. അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു കൗതുകകരമായിട്ട് തോന്നിയൊരു കാര്യമാണ്. പിന്നെ എൻ്റെ ഫോണിന് അത്യാവശ്യം സൂമിങ് ക്യാപ്പബിലിറ്റി ഉള്ളതുകൊണ്ട് പിറകിലായിപ്പോയെങ്കിലും നമുക്ക് സൂം ചെയ്ത് അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ഇത്രയും നേരത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ കന്യാകുമാരിയുടെ ഒരു ഭംഗി അങ്ങനെ തന്നെ നിർത്താനുള്ള ഏറ്റവും വലിയൊരു കാരണം ഇവിടുത്തെ സൺറൈസും സൺസെറ്റും തന്നെയാണ്. ശരിക്കും നമ്മളെല്ലാവരും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒരു അടിപൊളി കാഴ്ച തന്നെയാണ് ഈ പറയുന്നത്. അങ്ങനെ അവിടെ അധികം നേരം നിന്ന് കളയാൻ സമയമില്ലാത്തതുകൊണ്ടും പിന്നെ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ടും നമ്മുടെ ആദ്യക്കുട്ടനെയും പറക്കിയെടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് നടന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഫുള്ള് തിരക്കായിരുന്നു. കാരണം അത്യാവശ്യം ഈ തിരക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണ്. ഇനിയിപ്പോൾ ഇതുപോലെ ഇന്നലത്തെ പോലെ തന്നെ സീറ്റ് കിട്ടാതാവുമോ, അല്ലെങ്കിൽ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു 100 കാര്യം വരും. പിന്നെ എന്തായാലും രാവിലെ ആയതുകൊണ്ട് ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യത്തില്ലെന്നറിയാം. പിന്നെ ആകെ ഉള്ളൊരു ടെൻഷൻ ലൈൻ അങ്ങ് ഏറ്റവും പിറകിലായി പോകുന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം അതാണെങ്കിൽ അത്യാവശ്യം നിൽക്കേണ്ടി വരും, നന്നായിട്ട് നിൽക്കേണ്ടി വരും. അങ്ങനെ തീരെ പിറകിലല്ലാത്ത രീതിയിൽ നമുക്കിവിടെ ലൈന് കിട്ടി. അപ്പോൾ അതൊരു ഭാഗ്യമാണ് ശരിക്കും. കാരണം നമ്മൾ വന്ന ടൈം കുറച്ച് നേരത്തെ ആയതുകൊണ്ട് വലിയ പ്രശ്നം വന്നില്ല. അങ്ങനെ ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്ത് പോസ്റ്റ് അടിച്ചു തന്ന സമയത്ത് ഞാൻ ചെറുതായിട്ടൊരു ടൈം ലാപ്സ് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ എൻട്രൻസ് ഗേറ്റ്. അപ്പോൾ ഇതിനകത്തൂടെ കയറിയാൽ മാത്രമേ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. തൊട്ടപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ 300 രൂപയുടെ സ്പെഷ്യൽ ടിക്കറ്റ്. അപ്പോൾ നമ്മൾ ഏറെക്കുറെ നേരത്തെ വന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട സൂര്യ ഉദിച്ചുയർന്ന് നമ്മുടെ തലേര മണ്ടയിലെത്തി. എന്നാലും ക്യൂവിന് കുറവൊന്നുമില്ല, അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അങ്ങനെ അതെല്ലാം താണ്ടി കടന്ന് ലാസ്റ്റ് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലെത്തി. അങ്ങനെ അവിടെ നിന്ന് 2 ടിക്കറ്റും എടുത്ത് നമ്മൾ നേരെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ലോബി ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുന്നത്, ഒരു ചെറിയൊരു ഹാള് പോലെ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വരുന്ന പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യാം, നമുക്കവിടെ ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇത്രയും കാണുന്ന ആൾക്കാർ പോയിട്ട് ഇനി നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. സോ അപ്പം ഓരോ ലോട്ടായിട്ടാണ് അവർ ആൾക്കാരെ വിളിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതുവഴി ഒളിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ബോട്ടുകൾ നമുക്കിവിടെ ഇട്ടേക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ബോട്ടും കാത്ത് അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നന്നായിട്ട് വിശന്നു. പിന്നെ കയ്യിലുണ്ടായിരുന്നൊരു ഗുഡ് ഡേ ബിസ്ക്കറ്റ് എടുത്ത് നമ്മൾ 3 പേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. ആദ്യക്കുട്ടൻ ഡേ 1 പോലെ തന്നെ ഡേ 2 കട്ട വൈബായിരുന്നു. അങ്ങനെ നമ്മുടെ ടൈം ആയപ്പോഴത്തേക്കും ഞാൻ നേരെ ജട്ടിയിലേക്ക് നടന്നു, ബോട്ട് ജട്ടി. അങ്ങനെ ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ലൈൻ 2ആയിട്ട് സ്പ്ലിറ്റപ്പ് പോവുകയാണ്, ലേഡീസിനും ജെൻസിനും. ഇവിടുത്തെ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈഫ് ജാക്കറ്റ് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ലൈഫ് ജാക്കറ്റ് കുറച്ച് കോമഡിയാണ്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, എനിവേ അപ്പോൾ ഇതിട്ടിട്ട് നമ്മൾ നേരെ ബോട്ടിലേക്ക് കയറുകയാണ്. അങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്ന എല്ലാവരും അത്ഭുതത്തോടെ ഇങ്ങനെ പരതി നോക്കണം. ആദ്യം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരി വന്നു. ബോട്ടിനകത്ത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ബോട്ടിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ തന്നെ ഇതവിടെ എത്തുമെന്ന് പോലും ഒരു സംശയമായിരുന്നു. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ലായിരുന്നു, ഈ ബോട്ട് എങ്ങാനും ഇവിടെ മുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം താന്നു പോകുന്നത് ഈ ലൈഫ് ജാക്കറ്റ് ആയിരിക്കും, അത് ഞാൻ ഉറപ്പ് തരാം. അങ്ങനെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മുടെ ബോട്ട് യാത്രയായി. അപ്പോൾ ഇവിടെ നമ്മുടെ പോർട്ടിൽ നിന്നും ഈ വിവേകാനന്ദ റോക്ക് വരെ ഏറെക്കുറെ ഒരു 1 കിലോമീറ്ററിനകത്തേ വരുന്നുള്ളൂ ഡിസ്റ്റൻസ്. കന്യാകുമാരിയുടെ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുള്ളതാണ് ഈ തിരമാലയൊക്കെ അടിച്ച് ബോട്ടിനകത്തോട്ട് കയറുന്നത്. പക്ഷെ നമ്മൾ പോയിൻ്റെ അന്ന് വലിയ തിരമാലയൊന്നും ഇല്ലായിരുന്നു, നമ്മൾ നോർമൽ തിരമാല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ വേറൊരു ചെറിയ പണി കിട്ടിയത് വിവേകാനന്ദ പാറ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. തിരുവള്ളൂരിൻ്റെ അവിടെ ചെറിയൊരു മെയിൻ്റനൻസ് വർക്ക് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ടൂറിസ്റ്റ് ഇപ്പോൾ അലൗഡ് അല്ല കറൻ്റ്ലി. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ആകെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബോട്ടിലിരുന്ന് എൻജോയ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഇതിൻ്റെ മൊത്തത്തിലുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 133 അടിയോളമാണ് ഇതിൻ്റെ ഉയരം വരുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ വിവേകാനന്ദ പാറയിലെത്തി. നമ്മുടെ ലൈഫ് ജാക്കറ്റ് ഈ ബാസ്ക്കറ്റിലിട്ടിട്ട് നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാനായിട്ട് കൗണ്ടറിലേക്ക് പോയി. ടിക്കറ്റ് ചാർജ് വരുന്നത് പെർ ഹെഡ് 30 വെച്ച് 60 റുപ്പീസാണ്. അങ്ങനെ ക്ലോക്ക് റൂമിൽ ഷൂ ഒക്കെ കൊടുത്തു നമ്മൾ നേരെ മേളിലേക്ക് കയറി. അവിടെയാണ് വിവേകാനന്ദ പാറ. ഷൂവും കൂടെ ഇല്ലാതെ നടക്കാൻ തുടങ്ങിയപ്പോൾ കാലിൻ്റെ കാര്യത്തിൽ ഏറെക്കൊരു തീരുമാനമായി. ഭയങ്കര ചൂടായിരുന്നു, അത്യാവശ്യം നല്ല വെയിലും കൂടെ ആയതുകൊണ്ട് കാലൊക്കെ നല്ല പൊള്ളുന്ന ചൂടായിരുന്നു.
അവിടെയും പിന്നെ ഒരു സൊല്യൂഷൻ ഉള്ളത് ഈ വെള്ള ലൈനിൽ കൂടെ നടന്നാൽ മതി. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പാണ്. അത് പെയിൻ്റ് ആണോ വേറെ എന്തെങ്കിലും മിക്സ്ചർ ആണോ അറിയത്തില്ല. എനിക്കൊന്ന് അത്യാവശ്യം ടൂറിസ്റ്റുകൾ വരുമ്പോഴത്തേക്കും കാലൊക്കെ അധികമായിട്ട് പൊള്ളാതിരിക്കേണ്ട രീതിയിലായിരിക്കും ഇങ്ങനെ അവരെന്തോ ഒരു ടെക്നോളജി അപ്ലൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ ചവിട്ടുമ്പോഴത്തേക്കും നല്ല തണുപ്പാണ്. ഈ ഇത്രയും ചൂടുള്ളൊരു സ്ഥലമാണെന്നേ പറയത്തില്ല. അപ്പം നമുക്ക് ചെരുപ്പിടാതെ കൂളായിട്ട് നടന്നു പോകാം. അപ്പോൾ ഈ കാണുന്ന മന്ദിരത്തിലാണ് കന്യാകുമാരി ദേവി ശിവനെ തപസ് ചെയ്തതായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ദേവിയുടെ ശ്രീപാദവും കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് സാക്ഷാൽ വിവേകാനന്ദ പാറ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക, ഒരു വടക്ക് നോക്കി യന്ത്രം പോലത്തെ ഒരു സംഭവം ഇവിടെ കാണാൻ സാധിക്കും. ശരിക്കും ഇതൊരു വടക്ക് നോക്കി യന്ത്രമല്ല, വടക്കും തെക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സൈൻ ബോർഡ് പോലത്തെ ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് വെച്ച് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ വിവേകാനന്ദ മന്ദിരം നോർത്ത് വെസ്റ്റിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് 1970-ലാണ്. പിന്നെ ഇതിനകത്ത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും തന്നെ അലൗഡ് അല്ല. അപ്പോൾ 1892 ഡിസംബർ 25 വിവേകാനന്ദൻ കന്യാകുമാരിയിൽ നിന്ന് നീന്തി ഈ പാറപ്പുറത്ത് വന്നിരുന്ന് ധ്യാനിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 25, 26, 27 ഈ 3 ദിവസങ്ങൾ ധ്യാനിച്ചതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ ഒരു റോക്ക് മെമ്മോറിയൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പൊതുവേ ഒരു ഹിസ്റ്ററി പറയുന്നത്. പിന്നെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊത്തം ബിൽഡിങ്ങും ചെയ്തെടുത്തിട്ടുള്ളത് പാറയിലാണ്. അപ്പോൾ പാറയിൽ മൗണ്ട് ചെയ്താണ് ഇത് കംപ്ലീറ്റ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സൺറൈസ് കലണ്ടറും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ മെഡിറ്റേഷൻ ഹാള്. അപ്പം ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് കയറിയിരുന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് പോകാമെന്നുള്ളതാണ്. ഭയങ്കര സൈലൻസ് ആണ് അതിനകത്ത്. ശരിക്കും ഈ ഒരു സ്ഥലത്തിൻ്റെ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് എത്ര ചൂടാണെങ്കിലും വെയിലാണെങ്കിലും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അത് അനുഭവപ്പെടത്തില്ല. കാരണം അത്രയ്ക്ക് കാറ്റുണ്ട് ഇവിടെ, എപ്പോഴും കാറ്റാണ്. ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം ക്ഷീണമോ ഒന്നും തന്നെ തളർച്ചയോ ഒന്നും തന്നെ അറിയത്തില്ല. അതൊരു വലിയൊരു സംഭവമാണ്. ഇവിടുത്തെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ഒന്ന് കണ്ടിരിക്കേണ്ട കാഴ്ച തന്നെയാണ്, വേറെ ലെവലാണ്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ കടലിലൂടെ ചെറിയ യാത്രയൊക്കെ നടത്തിയിട്ട് വന്നിങ്ങനെ ഒരു സ്ഥലം കാണുന്നത്. അടിപൊളിയായിരുന്നു. ആദ്യം വളരെ ഹാപ്പി ആണെന്ന് തോന്നുന്നു. കടലൊക്കെ കണ്ട് കുറച്ച് പേടിച്ചിരിക്കുകയാണ്. ഹാപ്പി ആയോ? ഹാപ്പി. ഓയ്. അങ്ങനെ ഡേ 2 സക്സസ് ആയിട്ട് വിവേകാനന്ദ പാറയൊക്കെ കണ്ട് നമ്മൾ പോർട്ടിലേക്ക് യാത്ര തിരിച്ച് പോർട്ടിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. കാരണം ഇത്രയും ആൾക്കാർ ഇത് അടുത്ത് പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ബോട്ടിൽ അവർക്ക് അടുത്ത ട്രിപ്പ് പോകാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ആ ഒരു ജോലി കഴിഞ്ഞു. അതൊരു വലിയ ഭാഗ്യമായിരുന്നു. നമ്മൾ ഇട്ടുകൊണ്ട് പോയ ലൈഫ് ജാക്കറ്റ് തിരിച്ചു കൊണ്ടുവന്ന് ഈ ബാസ്ക്കറ്റ് ഇട്ടാൽ മാത്രമേ ഈ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിട്ടുകൊണ്ട് അടുത്ത യാത്ര പോകാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് പുറത്ത് പോയി ഫുഡ് അടിക്കുക. കാരണം നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്, രാവിലെ ഇറങ്ങിയതാണ്. പിന്നെ ഒന്നും നോക്കാതെന്നില്ല, നേരെ അടുത്ത കടയിലേക്ക് ചാടി വീണൊരു മസാല ദോശയും കൂടെ ഓർഡർ ചെയ്ത് ആദ്യക്കുട്ടനും കൊടുത്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് കയറി. അപ്പോൾ ഒരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മിക്ക ഷോപ്പിലെ ഓണേഴ്സ് മലയാളികളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകാൻ പോകുന്ന ബീച്ചിലേക്കാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ കന്യാകുമാരിയിലെ 2ാമത്തെ ഡേ അടിച്ച് പൊളിച്ച് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചെക്കൗട്ടാണ്. അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് മടങ്ങുകയാണ്. ഇനി താക്കോല് കൊടുത്തിട്ട് പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം പാക്കിങ്ങും കാര്യമൊക്കെ ആയിരുന്നു. സോ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ റൂമും അടിപൊളിയാണ് കേട്ടോ, നല്ല റൂം പ്രൊവൈഡ് ചെയ്യുന്നത്, സർവീസും അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഓക്കെ. ശരിക്കും ഈ 2 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയപ്പോഴേക്കും കറക്റ്റ് നമുക്ക് ഉണ്ടായൊരു ചേഞ്ച് അറിയാൻ പറ്റി. കാരണം എന്നും നമ്മൾ വീട്, ഓഫീസ് എന്നൊക്കെ ഉള്ള ഒരു ലെവലിൽ നിന്നിട്ട് പെട്ടെന്നൊരു ട്രിപ്പ് പോയിട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ആയി. അതുപോലെ തന്നെ 2 ദിവസത്തെ ട്രിപ്പ് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. എസ്പെഷ്യലി സെക്കൻഡ് ഡേ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കാരണം ലൈഫിൽ കുറച്ചുകൂടെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് എന്നൊരു ദിവസം എന്ന് പറയുന്നത് സെക്കൻഡ് ഡേ ആണ്. കാരണം നമ്മളിപ്പോൾ ഒരു ബോട്ടിംഗ് ആണെങ്കിലും വിവേകാനന്ദ മെമ്മോറിയൽ കാണാൻ പറ്റിയതാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ സൺറൈസ് ആണെങ്കിലും എല്ലാം ഒരു കുറച്ചുകൂടെ ഒരു വെറൈറ്റി ആയിരുന്നു. ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എപ്പോഴും പറയുന്ന പോലെ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്ക് ആൻഡ് ഷെയർ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.